പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. രോഹിണി, കുറച്ച് 2-3 ദിവസങ്ങളായി പ്രധാനപ്പെട്ട വ്യക്തികളുടെ നിര്യാണമാണ് പ്രധാന വാർത്തയായി വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നത് MD വിയോഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അത് വലിയ നഷ്ടം തന്നെയാണ് മലയാളത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഇന്നലെ രാത്രിയിലാണ് മുൻ പ്രധാനമന്ത്രി സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ചികിത്സയിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാത്രി 10 മണിയോടെ മരണം അടയുന്നു. അതുതന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തയായി വരുന്നത്. മറ്റു വാർത്തകളുമുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ട് നോക്കാം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ. അന്ത്യം ഇന്നലെ രാത്രി ഡൽഹി എയിംസിൽ. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ. DMK സർക്കാരിനെ പുറത്താക്കുന്നതുവരെ ചെരുപ്പ് ധരിക്കില്ലെന്ന് അണ്ണാമലൈ. CPM നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ശുചീകരണ തൊഴിലാളി. പരാതി അമൃത് രാജിനെതിരെ. പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ല എന്ന പരാതിക്കാരി ജനം TVയോട്. ജനം ബ്രേക്കിംഗ്. മെക് 7 സംരക്ഷിച്ച സംസ്ഥാന സർക്കാർ. കൂട്ടായ്മയ്ക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അവഗണിച്ചു. മെക് 7 നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ച് പോലീസും. കടുത്ത വിഭാഗീയത നിലനിൽക്കെ CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ADM നവീൻ ബാബുവിന്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തുറന്ന പോരിന് വഴിയൊരുക്കും. ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതി ഭീകരർ ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചെന്ന് ഇസ്രായേൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയം തുടർന്ന ലിവർപൂൾ. ലെസസ്റ്റർ സിറ്റിയെ 1-3 ഗോളുകൾക്കാണ് ലിവർപൂൾ പരാജയപ്പെടുത്തിയത്. 42 പോയിന്റോടെ ലീഗ് പട്ടികയിൽ ലിവർപൂൾ 1-ാം സ്ഥാനത്ത് തുടരുന്നു. മൻമോഹൻ സിംഗിന് വിട. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസിൽ. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതികദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഗൗതം ചേരുന്നു. ഗൗതം, മൻമോഹൻ സിംഗിനെ എങ്ങനെ ഓർത്തെടുക്കാം? രോഹിണി, ഇന്നലെ രാത്രി 9:51 കൂടിയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദേഹവിയോഗം സംഭവിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് 3 ജൻപത്തിന് മുന്നിലാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പിന്നിൽ കാണുന്ന 3 ജൻപത്ത് എന്ന വസതിയിലാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ജീവിക്കുന്നത്. ഏതാനും നാളുകളായി വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങൾ മൻമോഹൻ സിംഗിനെ വേട്ടയാടിയിരുന്നു. പലതവണ അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ആരോഗ്യനില വളരെയധികം വഷളാകുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടതാണ്. എന്തായാലും ഇന്നലെ രാത്രി 9:51 അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു. ഡൽഹി എയിംസ് പിന്നീട് 10:15 ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ രാത്രിയിൽ അറിയിച്ചത്. അടുത്ത ബന്ധുക്കൾ, മകൾ ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വസതിയിൽ, ഈ പിന്നിൽ കാണുന്ന വസതിയിൽ പൊതുദർശനം നടക്കും. ഇന്നലെ രാത്രിയിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം
കർണാടകത്തിലെ പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലും അതുപോലെ തന്നെ പ്രിയങ്ക വാദ്രയും സോണിയയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയാണ് മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് മടങ്ങിയത്. AICC ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനമായ AICCയിലാകും പൊതുദർശനം നടക്കുക. അതായത് കോൺഗ്രസ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പൊതുദർശനം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ആസ്ഥാനത്ത് നാളെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കാര ചടങ്ങും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെയാകും നടക്കുക. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിക്ക് അനുശോചനം രേഖപ്പെടുത്തുക, ഒപ്പം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടത്തേണ്ടത്. കാരണം സാധാരണയായി രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രധാനമന്ത്രി തുടങ്ങിയവർ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ മരണപ്പെടുന്ന പശ്ചാത്തലത്തിൽ ദേഹവിയോഗം സംഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലങ്ങളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ സമാധിപീഠം നിലകൊള്ളുന്ന വിജയ്ഘട്ടിന് സമീപത്തായാണ് ഇത്തരം പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് അന്ത്യവിശ്രമം രാഷ്ട്രം ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ സ്വാഭാവികമായും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അന്ത്യവിശ്രമ സ്ഥാൻ അല്ലെങ്കിൽ സമാധി സ്ഥലം ഒരുക്കുക സ്വാഭാവികമായും വിജയ്ഘട്ടിന് രാജ്ഘട്ടിന് സമീപത്തുള്ള പ്രദേശത്ത് തന്നെ ആകുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ്. രാവിലെ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരും. ആദ്യം അനുശോചനം രേഖപ്പെടുത്തുകയും പിന്നീട് ഇത് സംബന്ധിച്ചുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്തായാലും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം 2004 മുതൽ 14 വരെയുള്ള 10 വർഷക്കാലമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത്. അതിനു മുൻപ് RBI ഗവർണറായും അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. പല രീതിയിലും വിമർശനങ്ങളും വലിയ തോതിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ശക്തമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോൾ തന്നെ സോണിയാഗാന്ധിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന വലിയ വിമർശനങ്ങൾ വരികയും കൃത്യമായ നിലപാടുകൾ തുറന്ന് പറയാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അതായത് അദ്ദേഹം ഒരു മികച്ച സാമ്പത്തിക ഉപദേഷ്ടാവും രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ തൻ്റേതായ നിലപാടുകൾ കൃത്യമായി പറയുവാനോ പ്രവർത്തിക്കുവാനോ 10 വർഷക്കാലത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിനാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. രോഹിണി. അതെ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതു തന്നെയാണ്. ഗൗതം, നമുക്കറിയാം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ 1971 മുതൽ തന്നെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ പോലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംഭാവനയായി കണക്കാക്കേണ്ടത്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളിലൊക്കെ തന്നെ അതൊരു മുതൽക്കൂട്ടാകുന്ന സാഹചര്യം തന്നെയല്ലേ സൃഷ്ടിക്കപ്പെട്ടത്? രോഹിണി, അതുതന്നെയാണ്. അതായത് ദേശീയ തലത്തിൽ അദ്ദേഹം ശ്രദ്ധ നേടുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയാണ്. 1971 അദ്ദേഹം വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച് പ്രവർത്തനം തുടങ്ങുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി 1971 ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അതിനുശേഷം 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി, അതിനുശേഷം മൊരാർജി ദേശായി, അതുപോലെ തന്നെ ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, അങ്ങനെ 1971 മുതൽ 91 വരെ രാജ്യത്ത് അധികാരത്തിലിരുന്ന പല പ്രധാനമന്ത്രിമാർ. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും രാജ്യത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാവുകയും പ്രധാനമന്ത്രിമാർ ഘട്ടം ഘട്ടമായി തുടർച്ചയായി എത്തുകയും ചെയ്യുന്നത്. അതായത് ഒരു സ്ഥിരതയില്ലാത്ത ഭരണം നിലനിന്നിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഈ 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു വലിയ അനുഭവ സമ്പത്തിലൂടെയാണ് പിന്നീട് 1991 നരസിംഹറാവു സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ധനമന്ത്രി പദം ഏറ്റെടുക്കണമെന്ന് നരസിംഹറാവു തന്നെ മുന്നോട്ട് വെക്കുന്നത്. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കേണ്ടതില്ല എന്നൊരു വികാരം അന്ന് നെഹ്റു കുടുംബം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് പല രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നരസിംഹറാവുവിനെ സംബന്ധിച്ചിടത്തോളം ഉദാരവൽക്കരണ നയവും മറ്റും നടപ്പാക്കുന്നതിനായി സാമ്പത്തിക മേഖലയെപ്പറ്റി കൃത്യമായ ഗാഹ്യമുള്ള ഒരാൾ വേണം എന്നൊരു കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും 91 തൻ്റെ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ധനവകുപ്പിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായി മൻമോഹൻ സിംഗിനെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീടാണ് ഉദാരവൽക്കരണം ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പാക്കുകയും
വലിയ സാമ്പത്തിക ഭദ്രതയിലേക്ക് ആ കാലഘട്ടത്തിൽ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. ഏതായാലും അതിനുശേഷമാണ് പിന്നീട് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ദേശീയ തലത്തിലെ NDAയുടെ സർക്കാർ, അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഡൽഹി സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനകീയ നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹം മികച്ച സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെ ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പലപ്പോഴും അകന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഒരു തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ചത്. അത് 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ പോലും ലോക്സഭയിൽ നിന്നും വിജയിച്ചു വന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയായിരുന്നില്ല. അന്നും അദ്ദേഹം രാജ്യസഭയിലൂടെയാണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹം മികച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ജനകീയ അടിത്തറയുള്ളൊരു നേതാവ് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതായത് ഒരു മികച്ച വാഗ്മിയോ മികച്ച പ്രാസംഗികനോ അതല്ലെങ്കിൽ എപ്പോഴും ജനങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലല്ല മൻമോഹൻ സിംഗിനെ പൊതുവെ അടയാളപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തവണ മാത്രമാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം പരാജയപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. പിന്നീട് 10 വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോഴും അദ്ദേഹം അസ്സാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതും വളരെ യാദൃശ്ചികമായിട്ടാണ്. കാരണം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും മൻമോഹൻ സിംഗ് എന്നൊരു പേര് ഉയർന്നു വന്നിരുന്നില്ല. നമുക്കറിയാം, ആ സമയത്ത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അധ്യക്ഷയുമൊക്കെ സോണിയാഗാന്ധിയായിരുന്നു. സോണിയാഗാന്ധിയാണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന BJPക്ക് ഭരണ തുടർച്ച ലഭിച്ചില്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് അധികാരം നിലനിർത്താൻ കഴിയാതെ 138 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ലഭിച്ചത്. അന്ന് കോൺഗ്രസിന് 145 സീറ്റുകൾ ലഭിക്കുകയും UPA എന്ന ഒരു പുതിയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ മുന്നണിയെ രൂപപ്പെടുത്തിക്കൊണ്ട് അന്ന് സോണിയാഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുവാനൊരു ശ്രമം നടത്തി. പക്ഷേ നമുക്കറിയാം, സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനെതിരെ വലിയ വിമർശനമെന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശക്തമായിരുന്നു. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വം തന്നെയാണ്. കാരണം ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള അല്ലെങ്കിൽ ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഭാരതം പോലെ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇറ്റാലിയൻ പൗരത്വമുള്ള ഒരാൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മഹത്തായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഘടകവിരുദ്ധമാകുമെന്ന വലിയ വിമർശനം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ശക്തമായി. മാത്രമല്ല, അന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ച് UPA മുന്നണിയായി സർക്കാർ രൂപീകരിക്കുവാൻ എല്ലാ ശ്രമവും സോണിയാഗാന്ധി നടത്തുന്നുണ്ട്. തന്നെ പിന്തുണയ്ക്കുന്ന MPമാരുടെ എല്ലാവരുടെയും ഒപ്പുകൾ ശേഖരിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചിരുന്നു. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അങ്ങനെ സോണിയാഗാന്ധി തന്നെ പിന്തുണയ്ക്കുന്ന മുഴുവൻ MPമാരുടെയും ലിസ്റ്റുമായി വൈകുന്നേരം APJ അബ്ദുൽ കലാമിനെ കാണാൻ പോകുന്ന ഘട്ടത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി വളരെ വേഗത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയും സോണിയാഗാന്ധി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ് എന്നൊരു വളരെ നിർണായകമായ പോയിന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അദ്ദേഹം ധരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കലാം സോണിയാഗാന്ധിയെ പോലെ ഇറ്റാലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതിൽ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അത് നിയമവിരുദ്ധമാണ് എന്നൊരു പോയിന്റ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയ കാര്യം ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു. അതോടുകൂടിയാണ് സോണിയാഗാന്ധി താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നൊരു നിലപാട് കൈക്കൊള്ളുകയും അടുത്തത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വളരെ വലിയ ചർച്ചകൾ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയും ചെയ്തു. അന്ന് പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജിയുടെ പേരും കേരളത്തിൽ നിന്നുള്ള AK ആന്റണിയുടെ പേരുകളും. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിരവധി നേതാക്കളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെ പല പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും ഒരു സിഖ് നേതാവ് വരട്ടെ എന്നൊരു നിർദ്ദേശം, കാരണം 1984 സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ പ്രായശ്ചിത്തം എന്ന നിലയിൽ ഒരു സിഖുകാരനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാം എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് നറുക്ക് വീഴുന്നതും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഏതാണ്ട് 10 വർഷക്കാലം ഇരിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അദ്ദേഹം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ പേരുകൾ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. രണ്ട്, പ്രധാനമന്ത്രി പദത്തിലേക്കെന്നല്ല, കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന വ്യക്തികളുടെ പട്ടികയിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2004 പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം 2 തവണ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ. ഒരു കാര്യം കൂടി ഗൗതം, നേരത്തെ തന്നെ ഗൗതം സൂചിപ്പിച്ചതാണ്, സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ളത്. അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നു, പിന്നീട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി വരുന്നു. ഗൗതം, ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയാവുന്ന അവസരത്തിലാണല്ലോ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പുതിയ സാമ്പത്തിക നയം ഭാരതം രൂപപ്പെടുത്തുന്നത്. അതേ സംബന്ധിച്ച് വിമർശനങ്ങളും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും മൻമോഹൻ സിംഗ് വരുത്തിയ സാമ്പത്തിക രംഗത്ത് വരുത്തിയ ആ മാറ്റം അത് എല്ലാ ഘട്ടത്തിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുതിയ നയം തന്നെയായിരുന്നില്ലേ? അന്നേ വരെ തുടർന്നു വന്ന നിലവിലുള്ള സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു പുതിയ സാമ്പത്തിക നയമല്ലേ അദ്ദേഹം ഭാരതത്തിൽ അവതരിപ്പിച്ചത്? ഗൗതം, വിനോദേ, അദ്ദേഹം സാമ്പത്തിക രംഗത്ത് രാജ്യത്തെ ഒരു പുതിയ ഘടന, ഉദാരവൽക്കരണം പോലുള്ള പുതിയ ഘടന രാജ്യത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു, ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടുറപ്പുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അക്കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിമർശകർ വരെ, കാരണം മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തോതിൽ വിമർശകരുമുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തുകയും അദ്ദേഹം മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനും അതോടൊപ്പം തന്നെ മികച്ച നേതാവുമാണെന്ന് ഒരു വിഭാഗം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം രാജ്യത്ത് ശക്തമാണ്. അത് അദ്ദേഹം വ്യക്തിപരമായൊരു മോശം പ്രവണതകളുള്ള നേതാവോ അതല്ലെങ്കിൽ ആരെയെങ്കിലും ശത്രുത അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് ശത്രുത രൂപപ്പെടുന്നത് കൊണ്ടോ അല്ല, മറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരിക്കുന്ന ഘട്ടത്തിൽ നിലപാടില്ലാത്തൊരു നേതാവ്, അല്ലെങ്കിൽ സ്വന്തം നിലപാട് പോലും ഒരു മന്ത്രിസഭാ യോഗത്തിൽ പറയാൻ കപ്പാസിറ്റി ഇല്ലാത്ത നേതാവ് എന്ന നിലയിലൊക്കെ പല രീതിയിലും വിമർശിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് നരസിംഹറാവുവിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 91 മുതൽ 96 വരെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ധനമന്ത്രിയായിരിക്കുകയും ആ സമയത്താണ് വലിയ തോതിൽ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ദൃശ്യം ഭവനത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കാരണം ഡൽഹിയെ സംബന്ധിച്ച് ശൈത്യകാലമാണ്, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്ത് വിന്യസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അകത്താണ്. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. പിന്നീട് മാധ്യമങ്ങളെ അകത്തേക്ക് കടത്തിവിടുന്നതായി നമുക്ക് ലഭ്യമാകുന്നില്ല. ഇവിടെ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നിൽക്കുവാനുള്ള നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റ് ഏജൻസികൾ മുഖേന ANI അതോടൊപ്പം തന്നെ DD തുടങ്ങിയ ദേശീയ വാർത്താ സംഘങ്ങൾ രണ്ടും അതിനകത്തുണ്ട്. അതിനാൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പുറത്തേക്ക് എത്തും. ഒപ്പം പുറത്ത് ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ നേതാക്കളുടെ ഒരു ഒഴുക്കായിരിക്കും ഈ 3 ജൻപത്തിലേക്ക് ഉണ്ടാവുക. അതിനാൽ തന്നെ ഇവിടേക്ക് ഇപ്പോൾ മറ്റ് വാഹനങ്ങൾക്കുള്ള പ്രവേശനമെല്ലാം നിർത്തിക്കൊണ്ട് ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ ജൻപത്ത് റോഡിൽ വിന്യസിച്ചിരിക്കുകയാണ്. നേരം പുലർന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ അതികഠിനമായ ശൈത്യകാലമായതിനാൽ ഡൽഹിയിൽ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതിനാൽ ഒരു 9 മണിയോടുകൂടി ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളും വീണ്ടും ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി 12:45 അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഡൽഹി എയിംസിൽ നിന്നും ഈ 3 ജൻപത്തെന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമായ ഈ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ദേഹം എത്തിച്ചത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക വാദ്ര തുടങ്ങിയവരെല്ലാം ഈ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു മടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞാൽ
അല്പസമയങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണമാണ് മുൻ പ്രധാനമന്ത്രിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും 7 ദിവസത്തേക്ക് റദ്ദാക്കി കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളെ പാർട്ടിയുടെ അഖിലേന്ത്യാ സ്ഥാപക ദിനമാണ്. 1888 A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷ് വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1888 ഡിസംബർ മാസം 28-നാണ്. അതിനാൽ നാളെ സ്ഥാപക ദിനം കൂടിയാണ്. വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഒപ്പം കർണാടകത്തിലെ ബൽഗാമിൽ നിലവിൽ കോൺഗ്രസിൻ്റെ നിർണായകമായ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ട് 100 വർഷം തികയുന്നു. അതും ഈ കർണാടകത്തിലെ ബൽഗാമിൽ വെച്ചാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ വർഷം പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ അവിടെ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പക്ഷേ ആ യോഗം നടക്കുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണം ഡൽഹി എയിംസിൽ സംഭവിച്ചത്. അതിനാൽ ആ യോഗം ഉൾപ്പെടെ റദ്ദാക്കി 7 ദിവസത്തെ എല്ലാ പരിപാടികളും കോൺഗ്രസ് പാർട്ടി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ പാർട്ടിയുടെ മുതിർന്ന എല്ലാ നേതാക്കളും ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത്. രോഹിണി, മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകളാണ് ഗൗതം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത്. മൻമോഹൻ സിംഗ് എന്തായിരുന്നു എന്ന് കൃത്യമായി വാർത്ത ശ്രവിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുനമ്പത്തെ ഭൂമിയിലെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നിയമപോരാട്ടങ്ങളിലും തിരിച്ചടിയാകുന്നു. കരമടയ്ക്കാമെന്ന ഇളവ് നൽകുമ്പോഴും ഭൂമിയെ വക്കഫാക്കിയുള്ള സർക്കാർ ഫയലുകളാണ് മുനമ്പത്തെ ഭൂ ഉടമകൾക്ക് തിരിച്ചടിയാകുന്നത്. സർക്കാർ ഉത്തരവിലെ അപാകത തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു. ജിജീഷ്, ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ കരമടയ്ക്കാനുള്ള ഒരു അവകാശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കരമടയ്ക്കുമ്പോൾ സ്വന്തം ഭൂമിക്ക് ആണല്ലോ കരമടയ്ക്കുന്നത്. പക്ഷേ അത് അവരുടെ ഭൂമിയുമല്ല, അത് വഖഫിന് അവകാശമുള്ള ഭൂമിയാണ്. പക്ഷെ കരമടയ്ക്കാം. അത്തരത്തിലുള്ള ഒരു വളരെ വ്യത്യസ്തമായ, വളരെ വേറിട്ട, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില നടപടിക്രമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് പക്ഷേ നിയമ പോരാട്ടങ്ങളിൽ വലിയ തിരിച്ചടിയായി മാറുന്നുമുണ്ട്. ഏത് തരത്തിലാണ് ഇത് ജനങ്ങൾ അവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത് ജിജീഷ്? വിനോദ്, രോഹിണി, ഇക്കാര്യത്തിൽ കൃത്യമായി തുടക്കം മുതൽ തന്നെ സർക്കാരിൻ്റേത് ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്. അതായത് ഒരേ സമയം അത് വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ പറയുകയും വേണം. അതേ സമയത്ത് തന്നെ അവിടെ സമരമിരിക്കുന്ന ആളുകളെ, മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും വേണം. അങ്ങനെയാണ് വലിയൊരു പ്രതിഷേധങ്ങളെല്ലാം നേരത്തെ തന്നെ ഉയർന്ന സമയത്ത് ജനങ്ങൾ തങ്ങളുടെ ഭൂമിയിൽ കരമടക്കാൻ കഴിയുന്നില്ല എന്ന പരാതികൾ ആവർത്തിച്ച സമയത്താണ് കരമടക്കാം എന്ന ഒരു വലിയ ഇളവ് എന്ന രീതിയിൽ സർക്കാർ ചെയ്തു നൽകിയത്. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ സർക്കാരിൻ്റെ രേഖകളിൽ, ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ, റവന്യൂ രേഖകളിൽ അടക്കം രേഖപ്പെടുത്തിയിരുന്നത് അത് വഖഫ് ഭൂമി എന്ന് തന്നെയായിരുന്നു. അങ്ങനെ വഖഫ് ഭൂമിയിൽ നിങ്ങൾക്ക് തൽക്കാലം കരമടച്ച് മുന്നോട്ട് പോകാം, പിന്നീടുള്ളത് നിയമത്തിന്റെ വഴിക്ക് എന്ന രീതിയിലായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഒരിടത്ത് പോലും ആ ഭൂമിയെ സംബന്ധിച്ച് പരിശോധനകൾ നടത്താനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അളവ് പരിശോധനകൾ നടത്താനോ മറ്റു മുൻകാല രേഖകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ സത്താർ സേട്ട് ഒടുവിൽ സിദ്ദിഖ് സേട്ടിലേക്ക് എത്തിയതടക്കമുള്ള ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ പരിശോധിക്കാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നില്ല. പകരം അത് വഖഫ് ഭൂമി എന്ന് തന്നെ വരുത്തിക്കൊണ്ട് അവിടെ റവന്യൂ അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കരമടക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടങ്ങളിൽ വലിയ തിരിച്ചടി നേരത്തെ നേരിടാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം സർക്കാർ നൽകിയ സത്യാമൂലത്തിലടക്കം ഇക്കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അത് വഖഫ് ഭൂമിയാണ്, എന്നാൽ അവിടെ ആളുകൾ തൽക്കാലം കരമടച്ച് മുന്നോട്ട് പോകട്ടെ, അവരുടെ പ്രശ്നങ്ങൾ അവിടെ തീരട്ടെ എന്ന രീതിയിൽ. സ്വാഭാവികമായും കോടതിയിൽ നിന്നുള്ള ചോദ്യമുണ്ടായി, അത് വഖഫ് ഭൂമിയാണ് എങ്കിൽ എങ്ങനെയാണ് അവിടെ കരമടക്കാൻ കഴിയുക? വഖഫ് ഭൂമി എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, അതേ സമയത്ത് തന്നെ ഭൂ ഉടമകൾക്ക് കരമടച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. മറ്റൊരാളുടെ ഭൂമി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭൂമി അത്തരത്തിൽ വകമാറ്റിയ ഭൂമിയാണ് എങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങിയെന്നും പിന്നീട് കരമടക്കാമെന്നും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് സ്വാഭാവികമായും സർക്കാരിൽ നിന്ന്, ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യമായിരുന്നു. സർക്കാർ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് മറുപടി കൃത്യമായി നൽകിയുമില്ല. വീണ്ടും ഒരിക്കൽ കൂടി സത്യവാങ്മൂലം നൽകും, ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം കോടതിക്ക് മുന്നിൽ നൽകുമെന്നാണ് ഈ സമരം 76-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും, അതായത് അവിടെ വഖഫ് ഭൂമിയല്ല, വഖഫ് എന്ന പേരിൽ അവകാശമില്ല, സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തിക്ക് തനിക്ക് യാതൊരു അവകാശ അധികാരങ്ങളും ഇല്ലാത്ത ഭൂമി
എങ്ങനെയാണ് ഫറൂഖ് കോളേജിന് നൽകിയത് എന്നതിൻ്റെ പരിശോധന നടത്തി, രേഖകളുടെ പരിശോധനകൾ നടത്തി അത് പൂർത്തിയാക്കിക്കൊണ്ട് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതിവേഗത്തിൽ നൽകാൻ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലും സർക്കാർ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തുടക്കം മുതൽ. കാരണം ഈ പ്രതിപക്ഷമാകട്ടെ ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതി ബില്ലിനെ, വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ തയ്യാറായിട്ടുള്ള ഭരണപ്രതിപക്ഷങ്ങളിൽ പ്രതിപക്ഷം ഇവിടെ സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കുന്നത് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം ഈ സമരപ്പന്തലിൽ എത്തിക്കൊണ്ട് പ്രസംഗിച്ച സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ സർക്കാർ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നാണ്. ഒരേ സമയം അതേ ഇരട്ടത്താപ്പ് നയം പിന്തുടരുന്ന പ്രതിപക്ഷമാണ് അത് ആരോപിക്കുകയും ചെയ്യുന്നത് എന്നത് മറ്റൊരു വസ്തുത. അതേ ഘട്ടത്തിലാണ് സർക്കാരിനെതിരെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നീതി നിഷേധം, റവന്യൂ രേഖകളിലെ കൃത്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകാത്തത്, റവന്യൂവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും തന്നെയുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്, വഖഫ് എന്ന് സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ജനങ്ങൾ അവിടെ പ്രധാനമായും ഉയർത്തുന്ന വിഷയമെന്ന് പറയുന്നത്. കാരണം അത് വഖഫ് ഭൂമി എന്ന ഒരു നിലയിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് അവിടെ കൃത്യമായി റവന്യൂ വിഭാഗങ്ങളെ, റവന്യൂ രേഖകളിൽ അത് ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാവുള്ളൂ, വിലയാധാരം നൽകിയ ഭൂമിയായി മാറുകയുള്ളൂ എന്നിരിക്കെയാണ് സർക്കാർ ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് നയം കൃത്യമായി തന്നെ തുടരുകയും ചെയ്യുന്നത്. അത് ഏതാനും വർഷങ്ങളായി, ഈ ഒരു സമരം തുടങ്ങിയതിന് ശേഷം മാത്രമല്ല, 2017, 2019 കാലങ്ങളിലെല്ലാം ഇതേ വിഷയം മുൻപത്തെ ജനങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. പല തവണകളിലായി സർക്കാരിന് മുന്നിൽ ഈ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഏറ്റവും ആദ്യം റവന്യൂ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കരമടക്കുന്നതിന് വേണ്ടി അവിടെ വില്ലേജ് ഓഫീസുകളിൽ ചെന്ന സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കരമടക്കാൻ കഴിയില്ല, കരമടച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് വഖഫിന്റെ ഭൂമിയാണല്ലോ, അങ്ങനെയാണല്ലോ രേഖകളിൽ ഉള്ളത് എന്നെല്ലാമുള്ള മറുപടികൾ അവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. തുടർന്നാണ് ഈ സമരസമിതി രൂപീകരിക്കപ്പെടുന്നതും അതിൻ്റെ നേതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കും എങ്ങനെയാണ് അത് വഖഫ് ഭൂമിയാവുക, എന്താണ് അത്തരമൊരു അവകാശവാദത്തിന് പിന്നിലുള്ള ന്യായീകരണം എന്നുമെല്ലാമുള്ള പരിശോധനകൾ നടത്തുകയും ആ പരിശോധനയിലാണ് 1902 തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പാട്ടത്തിന് ലഭിക്കുന്ന അബ്ദുൽ സത്താർ സേട്ടിന് പാട്ടത്തിന് ലഭിക്കുന്ന ഭൂമി പിന്നീട് അബ്ദുൽ സത്താർ സേട്ടുമായി യാതൊരു രക്തബന്ധവുമില്ലാത്ത സിദ്ദിഖ് സേട്ടുവിലേക്ക് ആ ഭൂമി എത്തുന്നതിനെ കുറിച്ചും, അങ്ങനെ ഒരു ഭൂമിക്ക് സിദ്ദിഖ് സേട്ടുവിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല, മേൽനോട്ടക്കാരൻ മാത്രമായ ഭൂമിയാണ് പിന്നീട് അത് ഫാറൂഖ് കോളേജിന് കൈമാറിയത് എന്നെല്ലാം വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ വഖഫ് ഭൂമി എന്ന അവകാശവാദം വഖഫ് ബോർഡ് ഉയർത്തുന്നു. മുസ്ലിം സംഘടനകൾ അത്തരമൊരു അവകാശവാദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ആ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതിയും അതേ നിലപാടും തന്നെയാണ് ഈ റവന്യൂ വിഭാഗവും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തിയാൽ മാത്രമാണ് മുൻപത്തെ ജനതകൾക്ക് അവരുടെ നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികളുടെ ആദ്യ പടിയായി മാറുകയുള്ളൂ എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെ ഈ വിമർശനം ഉയർത്തുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെത് പോലെ തന്നെയുള്ള രണ്ട് നിലപാടുകൾ ഒരേ സമയം മുൻപത്തെ സമരപ്പന്തലിലെത്തി അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ പറയുകയാണ്. അതേ ഘട്ടത്തിൽ വഖഫ് ബോർഡിന്റെ ജിജീഷ് അവരുടെ സമരത്തെ തണുപ്പിക്കാൻ വേണ്ടി തന്നെ ആവണം അങ്ങനെ കരമടയ്ക്കാനുള്ള അവകാശം അവർക്ക് നൽകുന്നത്. പക്ഷേ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ള ആ ഒരു നടപടിക്രമം ഒഴിവാക്കുന്നുമില്ല. പക്ഷേ ഇത് കോടതികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്ന കാലങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അത് തിരിച്ചടി തന്നെയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ കൈമാറിയത്. നമുക്ക് അരമണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. മെക്സവനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെക്സവൻ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പ് പിണറായി സർക്കാർ അവഗണിച്ചു. മെക്സവന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കണം എന്ന് സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസും സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായ വിവരം നൽകിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്ര ഗൗരവമുള്ള വിഷയം അവഗണിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. മെക്സവൻ വിവാദം വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തികൾ, ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം ഒക്കെ കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കണം എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് അത് അവഗണിച്ചു, സംസ്ഥാന സർക്കാരും അത് അവഗണിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദാംശങ്ങൾ.
രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. അത് മെക്സവൻ സംബന്ധിച്ച വിവാദങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ വിട്ടിരുന്നത് ഈ കേന്ദ്ര ഇന്റലിജൻസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് ആദ്യ സമയം തന്നെ എടുത്തത്. മെക്സവന്റെ പ്രവർത്തനം തുടങ്ങി ആദ്യ ആഴ്ചകളിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് സംസ്ഥാനത്തിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. തീവ്രവാദ ശക്തികളുടെ ഒരു നുഴഞ്ഞുകയറ്റം ഈ സംഘടനയ്ക്കകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രതയോടെ ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കണം. ആരൊക്കെയാണ് ഇവരുടെ പ്രവർത്തനത്തിൽ പിന്നിലുള്ളത്, എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മ നടക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായി പരിശോധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് നൽകിയിരുന്നത്. പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്തും ഈ സംസ്ഥാന ഇന്റലിജൻസിന്റെ ഒരു പൂർണ്ണമായ പരാജയം, ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗൗരവകരമായ വിഷയം കണ്ടെത്തുന്നതിൽ സംസ്ഥാന ഇന്റലിജൻസിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മെക്സവന്റെ പ്രവർത്തനത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന് ശേഷം, കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ ഇടപെടലിന് ശേഷം സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിരുന്നു. അതായത് കേരളത്തിൽ തന്നെ ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് വിളനിലമായി അവർക്ക് സുഖമായി പ്രവർത്തിക്കാൻ, യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PFIയുടെ നിരോധനത്തിന് ശേഷം മറ്റു പല സംഘടനകളിലേക്കും ചേക്കേറാൻ ഈ നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ മെക്സവന്റെ പ്രവർത്തനം കൃത്യമായി തന്നെ വിലയിരുത്തണം. ഇതിന് പിന്നിൽ PFI ബന്ധമുള്ള ചില നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ P. മോഹനൻ പറയുന്ന ആ വിവാദങ്ങൾക്ക് ഒരുപാട് മുമ്പ് തന്നെ ഈ സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ എന്തുകൊണ്ട് ഈ കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായി നിർദ്ദേശം നൽകുന്നു, സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായി നിർദ്ദേശം നൽകുന്നു, പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. നിരോധിച്ച ഒരു സംഘടനയുടെ ചുമതലയിൽപ്പെട്ട ആളുകളാണ് അത്. പിന്നീട് മാസങ്ങൾക്ക് ഇപ്പുറം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ തുറന്നു പറയേണ്ടി വന്നിട്ട് പോലും സർക്കാർ ഈ വിഷയത്തിൽ പാലിച്ച മൗനം, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പാലിച്ച മൗനം, അതോടൊപ്പം തന്നെ CPMന്റെ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ പാലിച്ച മൗനം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകരമായ അനാസ്ഥ എന്നല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ വിവാദങ്ങൾ എല്ലാം തന്നെ അതിൽ നിന്നും മലക്കം പറഞ്ഞുകൊണ്ട് P. മോഹനൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷയം P. മോഹനൻ ഉന്നയിച്ച ആ ആരോപണങ്ങൾ, ആ ഒരു വിഷയങ്ങൾ, അത് സമൂഹത്തിൽ ഗൗരവകരമായ ചർച്ചകൾ വരുന്നു. മെക്സവനിൽ നിന്നും കൂട്ടത്തോടെ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ അത് കൃത്യമായി തന്നെ, സംസ്ഥാന ഇന്റലിജൻസും കേന്ദ്ര ഏജൻസികളും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയുന്നത് കേന്ദ്ര ഏജൻസികൾ ഇവരുടെ പ്രവർത്തനത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ വ്യായാമ കൂട്ടായ്മയിൽ ആരൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഇവർക്ക് കൃത്യമായി ഏറ്റവും പ്രധാനമായി ഇവർക്ക് ആരൊക്കെയാണ് പിന്തുണ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു അന്വേഷിക്കുന്ന ഒരു കാര്യം, ഇവരുടെ ഫണ്ട് എങ്ങനെയാണ്, യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മെക്സവൻ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇവരിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. പക്ഷേ ഇവർക്ക് ഈ പ്രവർത്തനത്തിലുള്ള ഫണ്ട് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ മെക്സവനിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഇതുവരെ മെക്സവന്റെ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത് ആരൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ. എന്തായാലും സംസ്ഥാന മന്ത്രിമാരടക്കം മെക്സവന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ആശംസാ പത്രങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തെല്ലാം ഏറെ ഗൗരവത്തോടെ, അതീവ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും സംസ്ഥാന ഇന്റലിജൻസും ഈ
വിഷയത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ് കേരള സർക്കാർ, ഇടതു സർക്കാർ, പിണറായി സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. രോഹിണി. ശരി അരുൺ കൊടുങ്ങൂർ അത് തന്നെയാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നിലയിൽ ഇടപെടുന്നില്ല. നമ്മുടെ പ്രീതി ജയനെ പോലുള്ള പ്രേക്ഷകരും പറയുന്നത് ഒന്നും നടക്കില്ല, കേരളമല്ലേ ഇത്, കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര ഇൻ്റലിജൻസ് ഇത് വളരെ ഗൗരവത്തോടെയാണ് ഇക്കാര്യങ്ങൾ കാണുന്നത്. കാരണം ഇവർ ഈ സംഘടനകളൊക്കെ പേരു മാറിയാണ് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പഴയ മരുന്ന് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അരുൺ കൈമാറിയത്. ഇനി നമുക്ക് CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് പത്തനംതിട്ടയിൽ CPM-ൻ്റെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാണ്. കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയില്ല എന്ന വിജിലൻസ് റിപ്പോർട്ടോടെ വെട്ടിലായി PP ദിവ്യയും CPM-ഉം. പ്രാഥമിക റിപ്പോർട്ടിൽ നവീൻ ബാബു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതോടെ നടന്നത് വ്യക്തിഹത്യ എന്ന് തെളിയുകയാണ്. ദിവ്യയെ ന്യായീകരിച്ച മുതിർന്ന CPM നേതാക്കന്മാരും ഇതോടെ ഉത്തരം മുട്ടിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, PP ദിവ്യയെ അനുകൂലിച്ച് ഒക്കെ രംഗത്ത് വന്നിരുന്നു. അഴിമതി കാട്ടാതെ അങ്ങനെ ഒരു നേതാവ് പറയുമോ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻ്റലിജൻസ് നടത്തിയ അന്വേഷണത്തിൽ 1 രൂപയുടെ അഴിമതി പോലും നടന്നിട്ടില്ല എന്നുള്ള കാര്യം, കാരണം അങ്ങനെ നടന്നതിന് തെളിവില്ല എന്നുള്ള കാര്യമാണ് ഇൻ്റലിജൻസ് കണ്ടെത്തിയത്. അപ്പോൾ CPM പറഞ്ഞുകൊണ്ടുവന്ന ന്യായീകരണങ്ങളൊക്കെ അതിൻ്റെ മുൾമുനകൾ എല്ലാം ഒടിയുകയാണ്. ഇപ്പോൾ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനവും തുടങ്ങാൻ പോകുന്നു. നവീൻ ബാബു തന്നെയാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. പ്രജിത്ത് മോഹൻ. വിനോദ, ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് വലിയ വിമർശനം CPM കേന്ദ്രങ്ങൾക്കെതിരെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല, അതിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു ചില നേതാക്കളുടെയെങ്കിലും ആദ്യത്തെ ഒരു നിലപാട്. അതിനു മുൻപ് തന്നെ നവീൻ ബാബു അഴിമതിക്കാരനാണ്, അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങൾ അത് CPM-ന്റെ ഇടത് സൈബർ ഹാൻഡിലുകൾ വഴി വ്യാപകമായി ഉണ്ടാകുകയും ചെയ്തു. PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് ആ പാർട്ടി എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ ആദ്യം മുതൽ കണ്ടതാണ്. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഉണ്ടാകുന്ന പിറ്റേ ദിവസം ഈ രീതിയിൽ ഈ PP ദിവ്യക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്ന ദിവസം മുതൽ അവരുടെ വീടിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളെ ഉപയോഗിച്ച്, സ്ത്രീകളെ ഉപയോഗിച്ച്, CPM-ന്റെ പ്രാദേശിക ഘടകങ്ങളെയും പ്രാദേശിക നേതാക്കളെയും ഉപയോഗിച്ച് പ്രതിരോധമൊരുക്കാനൊക്കെ വലിയ രീതിയിൽ CPM ശ്രമിച്ചതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമായി മാറ്റാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശാന്തിന്റെ പ്രത്യക്ഷപ്പെടൽ പോലും അങ്ങനെയെന്ന് ഉള്ളത് ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്തതാണ്. പിന്നീടാണ് അദ്ദേഹം ഈ രീതിയിൽ നവീൻ ബാബുവിന് കൈക്കൂലി കൈമാറി എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു, ഒപ്പുകളുടെ പേരിലുള്ള മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയും വരുന്നു. അപ്പോഴും CPM ഉറച്ചു നിന്നത് ഇത്തരമൊരു ആരോപണമുണ്ട്, ആ ആരോപണം തെളിയിക്കപ്പെടട്ടെ എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ നവീൻ ബാബുവിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണം, കൈക്കൂലി ആരോപണം അത് പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസി ആയിട്ടുള്ള വിജിലൻസ് തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്നതിന് യാതൊരു തെളിവും നൽകാൻ പരാതിക്കാരനായ TV പ്രശാന്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രചരിപ്പിച്ച നവീൻ ബാബു അഴിമതിക്കാരനാണെന്നുള്ള നിലപാട് അത് CPM തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തെ വേട്ടയാടുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഈ വ്യാജ പ്രചാരണങ്ങൾ. അതൊക്കെ നിർത്താൻ ഇടത് സൈബർ ഹാൻഡിലുകൾ തയ്യാറാകുമോ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യവും ബാക്കിയുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം, പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ PP ദിവ്യയെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള നീക്കങ്ങളിൽ തന്നെ CPM-നെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ഈ രീതിയിൽ അഴിമതിക്കാരനാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു കുറ്റവിമുക്തി കൂടിയാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ TV പ്രശാന്തിന്റെ അഴിമതി ആരോപണങ്ങളിൽ ഒരു അവ്യക്തതയും ഒരു കള്ളത്തരം, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ ഒരു വ്യാജമായിട്ടുള്ള ആരോപണമാണ് എന്ന് തോന്നുന്നുള്ള സകലത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നത്. അപ്പോഴും CPM പറഞ്ഞത് ഇതേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ അന്വേഷിച്ചിട്ട് അതിന്റെ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്, നമ്മളല്ല ഇക്കാര്യം
നിലപാടുകൾ പറയേണ്ടത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടുകളായിരുന്നു സ്വീകരിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രത്യേകിച്ച് ഈ ടി വി പ്രശാന്തിന്റെ പേരുകളിലുള്ള വൈരുദ്ധ്യം, ആദ്യഘട്ടത്തിൽ ഈ പെട്രോൾ പമ്പിന് NOC നൽകിയതിനുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയിലുള്ള ഒപ്പ്, പിന്നീട് മുഖ്യമന്ത്രിക്കടക്കം നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന രീതിയിലുള്ള കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള പരാതി നൽകിയതിലെ ഒപ്പും പേരും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ പെട്ടെന്ന് ചവച്ചതാണ് ഇത്തരത്തിലൊരു ആരോപണം എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലായിരുന്നു അന്നേ ഈ തെളിവുകളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി കൂടി നവീൻ ബാബുവിന് കൃത്യമായിട്ടുള്ള ഒരു കുറ്റവിമുക്തി നൽകുമ്പോൾ അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച PP ദിവ്യ, നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് ആവർത്തിച്ച PP ദിവ്യ, അവർ പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് പിന്തുണയുമായി വന്ന CPM നേതാക്കൾ, അവർക്ക് പ്രാദേശിക തലത്തിലടക്കം പിന്തുണ നൽകിയിട്ടുള്ള CPM-ന്റെ സംഘടനാ സംവിധാനം, ഇതൊന്നും ഈ പുതിയ സാഹചര്യത്തിൽ പോലും തങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറാക്കുന്നില്ല. ഇപ്പോഴും PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് CPM-ന്റെ ജില്ലാ നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വിരോധം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. പ്രത്യേകിച്ച് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാണ്. പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആദ്യഘട്ടം മുതൽ തന്നെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് അത് ചെവിക്കൊള്ളാൻ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പോലും തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ വീട്ടുകാർക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് പോലും പാലിക്കാൻ CPM-നോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ അന്വേഷണ അല്ലെങ്കിൽ ഏജൻസികളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലായിരിക്കും CPM നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തായാലും PP ദിവ്യയ്ക്കും CPM-ന്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വിനോദ്, അതെ, വിജിലൻസ് അന്വേഷണത്തിൽ യാതൊരു തെളിവുമില്ല, അഴിമതി നടത്തിയതിന് യാതൊരു തെളിവുമില്ല എന്നുള്ള കാര്യം പുറത്തു വരുമ്പോൾ വെട്ടിലാവുന്ന CPM തന്നെയാണ്. PP ദിവ്യയെ നടത്താൻ അവർ കാട്ടിയ തിടുക്കം, അതൊക്കെ ഈ ഘട്ടത്തിൽ അവർക്ക് തിരിച്ചടിയായി മാറുന്നു. ഒരുങ്ങൽ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഈ രാഷ്ട്രീയ വാർത്തയ്ക്കൊപ്പം തന്നെ CPM വെട്ടിലാകുന്ന, പ്രാദേശിക നേതാവ് വെട്ടിലാകുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. CPM നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ശുചീകരണ തൊഴിലാളി. തിരുവനന്തപുരം മണക്കാട് കല്ലടിമുഖം സാക്ഷാത്കാരത്തിലെ ജീവനക്കാരനും CPM നേതാവുമായ അമൃത് രാജിനെതിരെയാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പാർട്ടിയിലെ ഉന്നതർ ഇടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി ജനം TVയോട്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഈ പീഡന പരാതി ഉന്നയിച്ചിട്ട് പോലും യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതിക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളാണ് തുടർന്ന് ഉണ്ടായത്. എന്തായാലും ഈ പരാതിക്കാരി എന്തെല്ലാം കാര്യങ്ങളാണ് ജനം TVയോട് പങ്കുവച്ചത്? രോഹിണി, CPM നേതാക്കൾ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതും അവർക്ക് ഈ ഇരകൾക്ക് നീതി ലഭിക്കാതെ പോകുന്ന സംഭവങ്ങളും ഇത് ആദ്യമായിട്ടല്ല. ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് മണക്കാടുള്ള കല്ലടിമുഖം സാക്ഷാത്കാരത്തിലെ ജീവനക്കാരിയാണ് ഈ പരാതിയുമായി എത്തിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 20-നാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഇവരെ സഹപ്രവർത്തകനും CPM-ന്റെ പ്രാദേശിക നേതാവുമായ കുമാരപുരം പ്രാദേശിക നേതാവായിട്ടുള്ള CPM പ്രാദേശിക നേതാവായിട്ടുള്ള അമൃത് രാജ് എന്ന ആളാണ് ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത്. അതായത് ഇവർ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലായിരുന്നു ഇവർക്ക് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ഈ നേതാവിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതിനുശേഷം അവർ പലർക്കും പരാതി നൽകുന്നു. അത് പാർട്ടിക്ക് പരാതി നൽകുന്നു, പിന്നീട് ഫോർട്ട് പോലീസിൽ പരാതി നൽകുന്നു, നിരവധി ആളുകൾക്ക് അവർ പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധി പേർക്കാണ് ഇവർ പരാതി നൽകുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്രത്തോളം നാളുകൾ പിന്നിട്ടു എന്നുള്ളത് നമുക്കറിയാം. ഇതുവരെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ പ്രതിക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി വക ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു, ഇയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇയാൾക്ക് ട്രാൻസ്ഫർ നൽകുന്നു. ഇപ്പോഴും അവരുടെ ജോലി സ്ഥാപനത്തിലും പുറമെയുള്ള സ്ഥലങ്ങളിലും ഈ ഒരു പരാതിക്കാരി വളരെ അപമാനിതയായി അവർക്ക് നീതി ലഭിക്കാതെ വലിയ രീതിയിലുള്ളൊരു മാനസിക വിഷമവും സംഘർഷവും ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. അതേസമയത്ത് മറുവശത്ത് ഇത്തരത്തിൽ ഇവരെ ലൈംഗികമായി ഉപദ്രവിച്ച ആ പ്രതിയാകട്ടെ പാർട്ടിയുടെ പൂർണ്ണ സംരക്ഷണയിൽ അയാൾക്ക് സ്ഥാനക്കയറ്റം, പ്രൊമോഷനും അയാൾ ചോദിച്ച ട്രാൻസ്ഫറും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ജീവനക്കാരി പറയുന്നത്. അതോടൊപ്പം തന്നെ അവൾ വളരെ
വിഷമപൂർവ്വം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താനൊരു ശുചീകരണ തൊഴിലാളിയാണോ, അല്ലെങ്കിൽ തനിക്ക് CPM-ൽ ഉന്നത ബന്ധം ഇല്ലാത്തത് കൊണ്ടാണോ തനിക്ക് നീതി ലഭിക്കാതെ പോയത് എന്നുള്ളതാണത്. ഒരു സാധാരണ ഒരു സ്ത്രീക്ക്, അവർ പാർട്ടി എന്നതിലുപരി സാധാരണയായ ഒരു സ്ത്രീക്ക്, ഒരു വീട്ടമ്മയ്ക്ക്, ഒരു ശുചീകരണ തൊഴിലാളിക്ക് തന്റെ ജോലിയിടത്തിൽ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള നീതി ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഫോർട്ട് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരോട് പ്രതികരണം തേടിയവർ പറഞ്ഞത് തനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പരാതിക്കാരി എഴുതി ഒപ്പിട്ട് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് എന്നുള്ളതാണ്. പക്ഷെ പരാതിക്കാരി പറയുന്നു, പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളണം, അന്വേഷണത്തിൽ ഉൾപ്പെടെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ കൃത്യമായ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. അത് പോലീസിന്റെ അന്വേഷണത്തിലും, അത് മാത്രമല്ല അവരുടെ ഓഫീസിൽ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിലൊക്കെ തന്നെ ഇത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവർ ആ പരാതി പിൻവലിക്കുകയോ ഇയാളെ കുറ്റവിമുക്തനാക്കണം എന്ന് പറയുകയോ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇവർക്ക് വളരെ ഭയമാണ്, ഇത് പുറത്തു പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമാണ്. ഇവരും പാർട്ടിയിൽ ഉണ്ടായിരുന്ന, പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വീട്ടമ്മ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇത്തരത്തിൽ ഒരു നീതി ലഭ്യമാക്കാൻ പോലും പാർട്ടിക്കോ പോലീസിനോ സംവിധാനത്തിനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. 2023 നടന്ന സംഭവമാണ്. ഇതുവരെ അവർക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോയത്. വളരെ ക്രൂരമായി ലൈംഗിക അതിക്രമം തന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഈ കല്ലടിമുഖം സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശുചീകരണ തൊഴിൽ, അതായത് വാർദ്ധക്യ സഹജമായി അസുഖങ്ങളുമായിട്ടുള്ള ഒരു വൃദ്ധസദനമാണ്. അവിടെ ഇത്തരത്തിൽ വൃത്തിയാക്കുന്നതിന്റെ ഇടയിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്നത്. കുമാരപുരം CPM ബ്രാഞ്ച് മെമ്പറാണ്, പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ അമൃതരാജ്. ഇയാൾ ഇപ്പോഴും വളരെ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഉന്നത നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇയാൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു, അയാൾക്ക് ചോദിച്ച ട്രാൻസ്ഫർ നൽകി. ഇത്തരത്തിൽ വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇയാൾ മുന്നോട്ട് പോകുമ്പോഴാണ് മറുവശത്ത് അതിന് ഇരയാക്കപ്പെട്ട വീട്ടമ്മയ്ക്ക്, ഈ ശുചീകരണ തൊഴിലാളിക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കാതെ പോകുന്നത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. ഇത് സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത തന്നെയാണ്. പാർട്ടി നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഇരകൾക്ക് യാതൊരു നീതിയും ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, ചില മുടന്ത ന്യായങ്ങൾ, പാർട്ടി കോടതി, പാർട്ടി പോലീസ്, പാർട്ടിയുടെ തന്നെ കണ്ടുപിടുത്തം, പാർട്ടിയുടെ തന്നെ വിവാദങ്ങളൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കൽ, ഇതിങ്ങനെ ഒരു പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുക. ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചത് കൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ CPM-ലെ വനിതകൾ തന്നെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങിയത്. അത് CPM-ന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ചും സമ്മേളന കാലം കൂടിയാണ്. മാത്രമല്ല ഇത് 2023 നടന്ന സംഭവമാണ്. ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിലെ പെൺവാണിഭ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ഒരുങ്ങി പോലീസ്. നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടരും. വിദ്യാർത്ഥിനികളടക്കം പെൺവാണിഭ സംഘങ്ങളുടെ ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അന്തർസംസ്ഥാന പെൺവാണിഭ ശൃംഖല കൊച്ചിയിൽ പിടിമുറുക്കുന്നെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൺവാണിഭ റാക്കറ്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കാരണമാകുന്നത്. നഗരത്തിൽ കൂടുപോലെ മുളച്ചുപൊങ്ങിയ സ്പാകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന. വീടുകൾ വാടകയ്ക്കെടുത്തും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പെൺവാണിഭ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളം സൗത്തിലെ ലോഡ്ജിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിന് ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. കടവന്ത്രയിലെ അനാശാസ്യ കേന്ദ്രത്തിന് ഒത്താശ ചെയ്തിരുന്ന 2 ASI-മാരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വിദ്യാർത്ഥിനികളടക്കം പെൺവാണിഭ റാക്കറ്റുകളുടെ വലയിൽ കുടുങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തിന് പുറത്തുനിന്നും പെൺകുട്ടികളെത്തിച്ചും ഇടപാടുകൾ നടക്കുന്നുണ്ട്. എറണാകുളം നോർത്തിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ എന്ന സ്പായുടെ നടത്തിപ്പുകാരൻ മാസം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കിരൺകുമാർ, ജനം, കൊച്ചി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമ നീലക്കുയിൽ നാടകമാകുന്നു. ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ TK പരീക്കുട്ടി നിർമ്മിച്ച നീലക്കുയിൽ സിനിമയുടെ 70ാം വാർഷികത്തിലാണ് നാടകം ആകുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരെ സ്മരിച്ചുകൊണ്ട് RS മധുവിന്റെ രചനയിൽ ചലച്ചിത്ര സംവിധായകൻ CV പ്രേംകുമാറാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. ഈ മാസം 29-ന് ടാഗോർ തിയേറ്ററിലാണ് നാടകത്തിന്റെ ആദ്യ അവതരണം. നീലക്കുയിൽ എന്ന സിനിമ മലയാളിക്ക് നൽകിയത് TK പരീക്കുട്ടിയാണ്. ഭാസ്കരൻ മാഷും രാമുക്കാരിയിട്ടും ഇദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം,
മലയാളിയുടെ കഥ, മലയാളിയുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന നല്ലൊരു മലയാളിത്തമുള്ളൊരു കഥയുമായി വരൂ, ഞാൻ സിനിമ നിർമ്മിക്കാം. മലയാളിക്ക് അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു മേൽവിലാസം ഉണ്ടാക്കിയ നീലക്കുയിൽ നാടകമായി ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളിൽ എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഗൗരവവും ഒരു ഭയപ്പാടും അത്രമാത്രം ആത്മാർത്ഥതയുമുണ്ട്. നാടകം നല്ല രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ആ ആത്മാർത്ഥതയോടു കൂടിയുള്ള ഒരു ടീമാണിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ മാസം 29-ാം തീയതി ടാഗോർ തിയേറ്ററിൽ ഈ നാടകം അരങ്ങേറുകയാണ്. 54 കാലഘട്ടങ്ങളിൽ കാലിക പ്രസക്തിയുള്ള അന്നത്തെ ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടിയ ഒരു നല്ല പ്രമേയമാണ് ഈ നാടകത്തിൻ്റെ സത്ത. ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നത് ഒരു കാരണവരാണ്. ഈ കാരണവർ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി നിഷേധിയായ ഒരു മകനും സ്വന്തം സഹോദരിയുടെ മകളുമായുള്ള താമരമുറ്റം എന്ന തറവാട്ടിലാണ് കഴിയുന്നത്. ഇതിൽ അഭിനയിക്കുന്ന എല്ലാ നടീനടന്മാരും അവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയായി ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് നാടകം ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വൈദ്യര് തരുന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ആ വലിയ വൈദ്യം വരാറായി. ഇനി ആ വൈദ്യന്റെ മരുന്ന് മതി. എല്ലാ അസുഖങ്ങളും മാറുന്ന മരുന്ന് വരാറായി എന്ന് തോന്നുന്നതല്ലേ? വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. ഇതിൽ നീലക്കുയിൽ എന്ന നാടകത്തിൽ പി ഭാസ്കരൻ മാഷ് സിനിമയിൽ ചെയ്യുന്ന വേഷമാണ് ഞാനിതിൽ ചെയ്യുന്നത്. പോസ്റ്റ്മാൻ ശങ്കരൻ നായർ, ഒരു സാധാരണക്കാരൻ, നാട്ടിൻപുറത്തുകാരൻ, സാധാരണക്കാരൻ. പക്ഷേ അദ്ദേഹത്തിനുള്ള പുരോഗമന ചിന്താഗതികളും അത് പ്രാവർത്തികമാക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യമുള്ള ഒരു കഥാപാത്രമാണത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സാധാരണ ഒരു നാടകം 1 മാസം കൊണ്ടൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറുന്നു. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. 2 മണിക്കൂർ കൂടുതൽ ഒരു സിനിമ നാടകമാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 3-4 മാസത്തെ ശ്രമമാണ്. ഒരു വർക്ക് ഇതിൻ്റെ പുറകിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ ഒരു കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ തന്നെയാണ്, രണ്ട് ബാലവാടി തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങി എത്തിയിരിക്കുകയാണ്. മാനൊന്നും വെള്ളിക്കില്ല, മയിലൊന്നും വെള്ളിക്കില്ല, മാനത്തെ മണി വിളക്കേ, നിന്ന് ഞാൻ മാനത്തെ മണി വിളക്കേ. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ തിളങ്ങിയ മികച്ച സിനിമ നീലക്കുയിൽ 70 വർഷങ്ങൾക്ക് ശേഷം നാടകമായി വരികയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സിനിമയെ ഈ നാടകമായി മാറ്റുന്നത്. ഏറ്റവും കൂടുതൽ ആവശ്യം കൂടുതൽ പേര് ഇത് സ്വീകരിക്കുക എന്നതാണ്. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. രോഹിണി, ഇത് ടിൻഡു പറഞ്ഞതുപോലെ ഒരു സിനിമ നാടകമാക്കാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ? അത് സാധാരണ നാടകങ്ങൾ സിനിമയായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. അതെ അതെ. ഈ തിലകൻ അഭിനയിച്ച എത്രയോ നാടകങ്ങൾ സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു കൗതുക കാഴ്ചയിലേക്ക് കൂടി പോകാം. കൗതുകമായി കുഞ്ഞൻ പശുക്കളും ഭീമൻ പശുക്കളും. മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശനത്തിലാണ് ഈ കൗതുക കാഴ്ചകൾ. കുതിരസവാരിയും ഒട്ടകസവാരിയും കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായി. കൗതുക കാഴ്ചകൾ ഏറെയുണ്ടായിരുന്നു മലപ്പുറം മൂർക്കനാട്ടെ മിൽമ ഡയറി പ്ലാന്റിൽ. കൂട്ടത്തിൽ നാടൻ പശുക്കളുടെ പ്രദർശനമായിരുന്നു ഏറെ ശ്രദ്ധേയം. പാകിസ്ഥാന്റെ സ്വന്തമായ സഹിവാളും കറാച്ചി റെഡുമെല്ലാം ഇന്ത്യക്കാരുടെയും മനം കവർന്നു. രാജസ്ഥാനിൽ നിന്നുള്ള രാത്തിയും ആന്ധ്രയിൽ നിന്നുള്ള പൊങ്കന്നൂരുമെല്ലാം തലയെടുപ്പോടെ നിന്നു. കോട്ടയത്തു നിന്നുള്ള നമ്മുടെ സ്വന്തം വെച്ചൂർ പശുവും മലയാളികൾക്ക് അഭിമാനമായി ഉണ്ടായിരുന്നു. മിൽമ ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു അഗ്രി ഡയറി ഫെസ്റ്റ് ഒരുക്കിയത്. ഇന്ത്യയിലെ തന്നെ ഉള്ളതായ പശുക്കളുടെ പ്രദർശനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള വെച്ചൂർ പശുവുണ്ട്, കാസർഗോഡ് കൊള്ളനുണ്ട്, കൃഷ്ണ എന്ന പശുവുണ്ട്,
ആന്ധ്രാപ്രദേശിൽ കണ്ടുവരുന്നതിനുള്ള ഇനത്തിൽപ്പെട്ടതാണ് പൊങ്ങന്നൂർ, അതുപോലെ തുടങ്ങിയ നിരവധി ഗീർ ഗുജറാത്തിലെ ഉള്ളതാണ്. അങ്ങനെയുള്ള 11 ഇനം പശുക്കളുടെ കപില തുടങ്ങിയ 11 ഇനം പശുക്കളുടെ പ്രദർശനമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടൻ വിഭവങ്ങളുടെ കലവറ പ്രദർശനത്തിനെത്തിയവരെ ആകർഷിച്ചു. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റാളുകൾ, പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങൾ, മൺകലങ്ങളും നെയ്ത്ത് ഉൽപ്പന്നങ്ങളുമടക്കം പ്രദർശനത്തിലുണ്ടായിരുന്നു. കുതിരസവാരിയും ഒട്ടകസവാരിയുമാണ് കുട്ടികളെ ഏറെ ആകർഷിച്ചത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തിയതിനെതിരായ സംഘാടകരുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എന്തടിസ്ഥാനത്തിലാണ് വിലക്കേർപ്പെടുത്തിയത് എന്ന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച പോലീസിനോട് ചോദിച്ചിരുന്നു. വിലക്കിന് ആധാരമായ രേഖകൾ ഇന്ന് പോലീസ് ഹാജരാക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ക്രമസമാധാന തകർച്ചയുണ്ടാകുമെന്ന ന്യായീകരണമാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അനുമതി ലഭിച്ച പേപ്പറുകളും ഹാജരാക്കണം എന്ന് ഹർജിക്കാരോട് കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും എന്ത് തീരുമാനമായിരിക്കും കോടതി സ്വീകരിക്കുക? രോഹിണി, പുതുവത്സര ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഫോർട്ട് കൊച്ചി ഇത്തവണയും അതുമായി ബന്ധപ്പെട്ട പപ്പാഞ്ഞി കത്തിക്കൽ നിയമക്കുരുക്കിൽ തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ വെളി മൈതാനത്ത് കൂറ്റൻ പപ്പാഞ്ഞിയെ ഒരുക്കുമ്പോൾ തന്നെ പോലീസ് അത് തടയുകയും അതിനെതിരെ സംഘാടകർ രംഗത്ത് വരികയും എല്ലാം തന്നെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമയുദ്ധത്തിലേക്ക് കൂടിയാണ് പോയിരിക്കുന്നത്. കാരണം പരേഡ് ഗ്രൗണ്ടിലാണ് സാധാരണ ഇത്തരത്തിൽ കൂറ്റൻ പപ്പാഞ്ഞിയെ കത്തിക്കാറ്. എന്നാൽ വെളി മൈതാനത്തും സംഘാടകർ ഗാലഡി കൊച്ചി എന്ന സംഘടന കാർണിവൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന കമ്പനി സ്വകാര്യ ക്ലബ്ബായ ഗാലഡി കൊച്ചിയാണ് 40 അടി ഉയരത്തിൽ ഇത്തരത്തിൽ പപ്പാഞ്ഞിയെ ഉയർത്തുന്നത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് 2 സ്ഥലത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം വിന്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിന്റെ തന്നെ അനുമതിയോടുകൂടി, ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാം അനുമതിയോടെ നടക്കുന്ന അത്തരത്തിലുള്ള ഒരു ചടങ്ങ് അവിടെ നടക്കുമ്പോൾ ഇപ്പോൾ ഇപ്പുറത്ത് വെളി മൈതാനത്ത് കൂടി പോലീസിന്റെ സുരക്ഷ ഒരുക്കുക എന്നത് അപ്രായോഗികമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സുരക്ഷ മുൻകൂട്ടി കൂടിയാണ് പറയുന്നത് എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയിൽ അടക്കം വാദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ സംഘാടകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അനുമതികളെല്ലാം തന്നെ തങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അനുമതികളെല്ലാം തന്നെ 4 കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പപ്പാഞ്ഞി ഉയർത്തുന്നതിനും അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനും എല്ലാമുള്ള അനുമതി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസ് മാത്രമാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്നത്. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അനുമതി നൽകണം. മാത്രമല്ല പോലീസിന് ഇക്കാര്യത്തിൽ അവിടെ തങ്ങളുടെ ഈ പപ്പാഞ്ഞി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് 40 അടി ഉയരമുള്ള പപ്പാഞ്ഞി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉന്നയിക്കാൻ പോലീസിന് കഴിയില്ല എന്ന വാദമാണ് പ്രധാനമായും കോടതിയിൽ സംഘാടകർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ 2 വാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായും കോടതി കേട്ടിരുന്നു. എന്താണ് തടസ്സം എന്ന കാര്യം ബോധിപ്പിക്കാനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ എന്ത് നിയമ തടസ്സമാണ് ഉള്ളത് എന്ന കാര്യം ബോധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും അത്തരത്തിലുള്ള ഒരു ആശങ്കയും നിലനിൽക്കില്ലേ എന്ന കാര്യം കൂടി കോടതി വാക്കാൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാദത്തിന് ശേഷമായിരിക്കും കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഗാലഡി കൊച്ചി എന്ന ക്ലബിന് ലഭിച്ചിരിക്കുന്ന അനുമതി പത്രങ്ങൾ കൂടി പരിശോധിച്ചുമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. ആയിരക്കണക്കിന് ആളുകളാണ് പരേഡ് ഗ്രൗണ്ടിൽ സാധാരണ നിലയിൽ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ പുതുവത്സര ആഘോഷമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേരാറുള്ളത്. അവിടെയാണ് കൃത്യം 12 മണിക്ക് പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ആഘോഷങ്ങൾ പുതുവത്സരത്തെ വരവേൽക്കുന്ന ഒരു വലിയ ചടങ്ങ് അല്ലെങ്കിൽ വലിയൊരു ആഘോഷം തന്നെ നടക്കുകയും ചെയ്യുന്നത്. അതേ സമയത്ത് വെളി മൈതാനത്ത് മറ്റ് വിവിധ കാർണിവലുകളും മറ്റ് പരിപാടികളും സാധാരണ നിലയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഒരേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ 2 പപ്പാഞ്ഞികളെയും കത്തിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു പോയ വർഷത്തിന്റെ ഓർമ്മകളെ മാച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങളെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും കോടതി ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതെ, പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ പോലീസ് കേസും വഴക്കും കോടതിയും ഒക്കെ ആയി മാറിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്. നമുക്ക് ഇനിയും അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകണം. രാജ്യാന്തരം.
യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. പടിഞ്ഞാറൻ തീരത്തെ അൽഹുദൈ, സാലിഫ്, സന വിമാനത്താവളം തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ആക്രമണം. യമനിലേക്ക് ഹൂതി ഭീകരർ ഇറാനിൽ നിന്നും ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേന ആരോപിച്ചു. സേന വിമാനത്താവളത്തിൽ ആക്രമണം നടന്ന സമയത്ത് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസും അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ടെഡ്രോസും മറ്റുള്ളവരും വിമാനത്തിൽ കയറാൻ പുറപ്പെടുന്നതിനിടെയാണ് അക്രമം ഉണ്ടായത്. വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് പരിക്കേറ്റു. അക്രമത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. മറ്റു വാർത്തകളിലേക്ക്. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ. DMK സർക്കാരിനെ പുറത്താക്കുന്നതുവരെ താൻ ചെരുപ്പ് ധരിക്കില്ലെന്ന് അണ്ണാമലൈ പ്രഖ്യാപിച്ചു. ലൈംഗികാതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വൻ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത്. പ്രതിഷേധ സൂചകമായി ഇന്നും പരിപാടികൾ BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വലിയ സമരപ്രഖ്യാപനം തന്നെയാണ് അണ്ണാമലൈ നടത്തിയിട്ടുള്ളത്. അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കാതെ താൻ ഇനി കാലിൽ ചെരുപ്പ് ധരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസിലെ പ്രതി മുഹമ്മദ് ഷുഹൈബിനായി നാടൊന്നാകെ വലവിരിച്ച് അന്വേഷണ സംഘം. ഷുഹൈബ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു. ഷുഹൈബിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഷുഹൈബിന് എതിരായി ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഷുഹൈബ് വന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ താൻ എല്ലാ നിയമ നടപടികളും നേരിടാം, താൻ നിയമ നടപടികൾക്ക് വിധേയനാകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് മുഹമ്മദ് ഷുഹൈബ്. പക്ഷേ പോലീസ് കേസെടുത്തു. അന്വേഷിച്ച് കാര്യങ്ങൾ എത്തിയപ്പോൾ ഷുഹൈബ് ഒളിവിൽ പോയി. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ശക്തമാക്കി. അന്യസംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഗോകുൽ, കേൾക്കാമെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് എല്ലാ നിയമ നടപടികളിലേക്കും താൻ വിധേയനാകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ഷുഹൈബ് ഒളിവിൽ പോകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. ഷുഹൈബ് ഒളിവിലാണ്. ഷുഹൈബിനൊപ്പം ഈ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് കൂടി ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2 അധ്യാപകരും കഴിഞ്ഞ 2 തവണയായിട്ടും ഹാജരായില്ല. ഇന്നലെ ഹാജരാവാൻ നോട്ടീസ് നൽകി. അവർ 2 പേരും വിഷ്ണു, ഫഹദ് എന്ന് പറയുന്ന 2 അധ്യാപകരാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. ഇന്നലെ അവർ ചോദ്യം ചെയ്യലിൽ ഹാജരായിട്ടില്ല. അതുപോലെ തന്നെ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ തുടരുകയാണ്. ഷുഹൈബിനെ കണ്ടെത്താൻ ലുക്കൌട്ട് സർക്കുലർ ഒക്കെ ക്രൈംബ്രാഞ്ച് പുറത്തിറക്കിയിരുന്നു. എന്നാലും ഇതുവരെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല. ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഉയർന്ന സമയത്ത് തന്നെ ഈ ഷുഹൈബ് അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ 3 തവണ ഓൺലൈനിൽ വരികയും ലൈവായി തന്നെ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സന്ദർഭത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ തരത്തിലുള്ള അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, തന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന രീതിയിൽ വലിയ വിമർശനങ്ങളുമായി ഷുഹൈബ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷുഹൈബിനെതിരെയും MS സൊല്യൂഷനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച നാൾ തൊട്ട് ഷുഹൈബ് ഒളിവിലാണ്. ഷുഹൈബിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഷുഹൈബിനോട് ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ തയ്യാറായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ 2 തവണയും കോടതി ഇദ്ദേഹത്തിന്റെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷുഹൈബിനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് സർക്കുലർ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഈ ദിവസങ്ങളിലും ഷുഹൈബിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അടുത്ത നടപടികൾ
നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നാണ് SP അല്പസമയം മുമ്പ് SP-യുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഹൈബിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഷുഹൈബും MS സൊല്യൂഷനും ഈ ആരോപണം തള്ളിക്കൊണ്ടായിരുന്നു മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എല്ലാ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ അന്വേഷണവുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം CEO ഹാജരാവുന്നില്ല. അതേപോലെ തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ചില അധ്യാപകരുണ്ട്. അവരോട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു. അവരും ഹാജരാവാത്തൊരു സാഹചര്യമുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ അതിന് തൊട്ട് പിറ്റേ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉടനടി കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം ഉയർന്ന് ഏകദേശം 14-15 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയം വരെ ഒരു നടപടിയിലേക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയും നേരിട്ട് ഇതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്ന ഒരു നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം MS സൊല്യൂഷനെതിരെ നേരത്തെയും ആരോപണം ഉയർന്നിരുന്നു. ഓണപരീക്ഷാ കാലത്ത് ആരോപണം ഉയർന്ന സമയത്ത് താമരശ്ശേരി DDE പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. ആ പരാതികളൊക്കെ വീണ്ടും പുനഃപരിശോധിക്കുകയും എന്തായിരുന്നു പരാതി നൽകാനിടയാക്കിയ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഷുഹൈബിന് MS സൊല്യൂഷനുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അധ്യാപകരെയോ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അവരുടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഷുഹൈബിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്ന രണ്ട് അധ്യാപകരോടാണ് ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചും ജില്ലാ അതിർത്തികളും സംസ്ഥാന അതിർത്തികളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ പോലീസുകൾക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഷുഹൈബ് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തത വരുന്നില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘം പങ്കുവെക്കുന്നത്. ഇനിയിപ്പോൾ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക 31-ാം തീയതി ആയിരിക്കും. ആ ദിവസങ്ങളിൽ വരെ ഷുഹൈബ് ഒളിവിൽ കഴിയുമോ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കേസിന്റെ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക എന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുന്നു. ഷുഹൈബ് എല്ലാ നിയമ നടപടികളും അതിന് വിധേയമാകുമെന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പോലീസ് അന്വേഷണം ശക്തമാക്കിയപ്പോൾ അദ്ദേഹം അവരുടെ മുമ്പിൽ ഹാജരായില്ല എന്ന് മാത്രമല്ല ഒളിവിൽ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മിഴിവ് കൂട്ടി തിരുവനന്തപുരത്ത് പുഷ്പോത്സവം. ന്യൂ ഇയർ ലൈറ്റ് ഷോയും ദീപാലങ്കാരങ്ങളുമെല്ലാം പുഷ്പോത്സവത്തെ ആകർഷകമാക്കുന്നു. വലിയ തിരക്കാണ് കനകക്കുന്നിൽ അനുഭവപ്പെടുന്നത്. കുറച്ചും കൂടെ കളർഫുൾ ഫ്ലവർ ഒക്കെ വെച്ച് കൊള്ളാം. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ്. നല്ല വെറൈറ്റി പൂക്കളുടെ ഒരു നല്ലൊരു ശേഖരം. അടിപൊളിയാ. നല്ല ഡെക്കറേറ്റിംഗ് ഒക്കെയാണ് ഇവിടെ. നല്ല രസമുണ്ട്. ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാ. ചലച്ചിത്രോത്സവത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞതിനു പിന്നാലെ കനകക്കുന്നിൽ വീണ്ടും തിരക്കേറുകയാണ്. വസന്തോത്സവം പുഷ്പോത്സവത്തിനായി. എല്ലാ തവണയും വരാറുണ്ട്. വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാം പുതിയ ഐറ്റങ്ങളാണ്. വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുമായി മനോഹരമായ ഉദ്യാനങ്ങൾ, വിസ്മയിപ്പിക്കുന്ന ബോൺസായികളുടെ അപൂർവ ശേഖരം. കാഴ്ചകൾക്ക് മാറ്റുകൂട്ടി ദീപാലങ്കാരങ്ങളും ഇലുമിനേഷനുകളും. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ ഹാപ്പി. പുതുവർഷത്തെ വരവേൽക്കാൻ നഗരം ദീപാലങ്കൃതമായി കഴിഞ്ഞു.
വരും നാളുകളിൽ നഗരത്തിൽ തിരക്കേറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറാമാൻ അനു ജാനോവറിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ശ്രദ്ധേയമായി ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് മേള. ഇന്ത്യയിലും ദക്ഷിണ കൊറിയയിലും നിന്നുള്ള 20-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഇന്ത്യ ദക്ഷിണ കൊറിയ ആർട്ട് എക്സ്ചേഞ്ച് പ്രോജക്റ്റ് സാംസ്കാരിക വിനിമയ മേഖലയിലെ ഒരു പുതിയ കാൽവെപ്പായി മാറുകയാണ്. സാംസ്കാരിക വിനിമയത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമായി രൂപീകരിച്ച കൂട്ടായ്മയായ KKLM ഫൗണ്ടേഷനാണ് തൃശൂർ മാള ജിബി ഫാമിൽ അരങ്ങേറുന്ന പരിപാടിയുടെ സംഘാടകർ. ഇന്ത്യയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും 10 പേർ വീതമടങ്ങുന്ന വിഷ്വൽ ആർട്ടിസ്റ്റുകൾ പരിപാടിയുടെ ഭാഗമാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിട്രീറ്റിൽ കലാകാരന്മാർ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം, പാരമ്പര്യങ്ങൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കലാപരവും സാംസ്കാരികവുമായ സമന്വയം ആവിഷ്കരിക്കുന്ന സൃഷ്ടികളാണ് മേളയുടെ പ്രധാന ആകർഷണം. ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത് ഇന്ത്യ സൗത്ത് കൊറിയ എക്സ്ചേഞ്ച് ആർട്ട് പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്ന് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളും കൊറിയൻ ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ ഒരു കൂടി കലർന്നൊരു വർക്ക്ഷോപ്പ് നടക്കുന്നു. അതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു, ഭയങ്കര ഭംഗിയായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാ രീതിയിലും നടന്നു. ജിബി ഫാമിൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഇത് കൺക്ലൂഡിങ് ഡേ